ഞങ്ങൾ രണ്ടുപേരും കൂടി ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന വഴിയാണ് കേട്ടോ. നല്ല ലേറ്റ് ആയിട്ടാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്നത് തന്നെ. ഏട്ടനാണെങ്കിൽ ഇന്നൊരു വർക്കും കൂടി ഉണ്ട്. അപ്പൊ എന്നെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് തിരിച്ചു വരാനില്ല ടൈം ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്നെയും കൂട്ടിയിട്ടാട്ടോ വർക്കിന് വന്നത്. ഏട്ടന്റെ ഫ്രണ്ട് ഇവിടെ ആദ്യം തന്നെ സാധനങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ എനിക്ക് കുറച്ച് മടി ഉണ്ടായിരുന്നു കേട്ടോ ഇവിടേക്ക് വരാന്. പിന്നെ ഞാൻ വിചാരിച്ചു എന്നെ മക്കളെ നോക്കേണ്ടത് ഈ ജോലിയൊക്കെ ചെയ്തിട്ടാണല്ലോ, ഞാൻ വെറുതെ വീഡിയോ എടുത്ത് ഇങ്ങനെ നടക്കല്ല കേട്ടോ, എല്ലാ ജോലികളും ഞാൻ ചെയ്യുന്നുണ്ട്. ബലൂണൊക്കെ ഞാനാണ് കേട്ടോ വീർപ്പിച്ചത്. ഈ മെഷീനിലിട്ട് വീർപ്പിക്കുന്നത് കൊണ്ട് തന്നെ രണ്ടും രണ്ട് സൈസായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവർ പറയുന്നതിനനുസരിച്ച് അതൊക്കെ റെഡിയാക്കി അങ്ങനെ കൊണ്ടുവന്നതാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ വർക്കിനൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ വല്ല ഐഡിയകളൊന്നും ഇതിനെ പറ്റിയില്ല കേട്ടോ. അവർ പറയുന്നതിനനുസരിച്ച് എല്ലാം അങ്ങനെ ചെയ്തു കൊടുക്കുന്നു. അവിടെ കൊണ്ട് വെക്കാൻ പറയുമ്പോൾ അത് അവിടെ കൊണ്ട് വെക്കും, അത് കെട്ടാൻ പറയുമ്പോൾ അത് കെട്ടും. അങ്ങനെ ഓരോ പണികൾ ചെയ്തു കൊടുക്കട്ടെ. ഒരു ബോയ് ബേബീൻ്റെ 1ാമത്തെ ബർത്ത്ഡേ ആണ് കേട്ടോ ഇത്. അവർ തന്ന ഒരു പിക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്തു കൊടുത്തത്. ഏട്ടനും ഏട്ടൻ്റെ 2 ഫ്രണ്ട്സും കൂടെ കൂടിയിട്ടാണ് ഇത് തുടങ്ങിയത്. ഒരു 3-3.5 വർഷമായിട്ട് അവരിത് തുടങ്ങിയിട്ട് ഇപ്പോഴും സക്സസ്ഫുള്ളി മുന്നോട്ട് പോകണു. വെഡിങ് റിസപ്ഷൻ ആയാലും വെഡിങ് മണ്ഡപം, നാമിങ് സെറിമണി, വളകാപ്പ് എന്ന് വേണ്ട എല്ലാ വർക്കുകളും ഇവർ ചെയ്യും കേട്ടോ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ ചെയ്യും. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് നല്ലൊരു ചായയൊക്കെ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നേ. അതൊക്കെ കുടിച്ച് ഇങ്ങനെ പണികൾ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാനും കൂടെ ഉള്ളതുകൊണ്ടാണ് ഇവർ വേഗം പണി കഴിഞ്ഞതെന്നാണ് ഏട്ടൻ പറഞ്ഞത്. എന്നെ പൊക്കി അടിച്ചോണ്ടാണോ എനിക്ക് അറിയില്ല കേട്ടോ. ഈ ബോർഡ് ഉണ്ടല്ലോ, വെൽക്കം ബോർഡ്, അത് നമ്മൾ ഇതല്ല കേട്ടോ, ഇത് എടുക്കാൻ വിട്ടുപോയതാണ്. അന്നേരം നമ്മുടെ കയ്യിലുള്ള ഒരു ബോർഡ് വെച്ച് നമ്മളപ്പോൾ സെറ്റാക്കിയതാട്ടോ. സംഭവം അടിപൊളിയായിട്ടുണ്ടായിരുന്നേ. ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നേ. അവിടെയുള്ള ആ വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ വർക്കൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ ഞാൻ ഇവിടെ നമ്പറൊക്കെ കൊടുക്കാം കേട്ടോ. അങ്ങനെ ഒരു 5:30-ക്ക് ശേഷം നമ്മൾ അവിടുന്ന് എല്ലാം കംപ്ലീറ്റ് ആക്കി ഇറങ്ങിട്ടോ. ഞങ്ങൾ രാവിലെ 7 മണിക്ക് ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങിയതാണല്ലോ. മക്കളാണെങ്കിൽ എൻ്റെ വീട്ടിലാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് മക്കൾക്ക് എന്തെങ്കിലും വാങ്ങണം. അപ്പം ഞങ്ങൾ വണ്ടി സൈഡാക്കി പാനിപ്പൂരി വാങ്ങിക്കാമെന്ന് വിചാരിച്ച്. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര നുണട്ടോ. അപ്പം ഞാനും ഒരു പ്ലേറ്റ് വാങ്ങിച്ച് കഴിച്ചത്. നല്ല ചൂടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ മക്കൾക്കുള്ളതെല്ലാം വാങ്ങിച്ച് നേരെ വീട്ടിലേക്ക് പോന്നേ. ഞാൻ വന്ന വിവരം അവർ അറിഞ്ഞിട്ടേ ഇല്ല. കാർട്ടൂണിൽ മുഴുകിയിരിക്കുകയാണ് എൻ്റെ മൂത്തമ്മയും മക്കളും കൂടെ. കുറേ നേരം വിളിച്ചിട്ടാട്ടോ അവരറിഞ്ഞത് തന്നെ. പിന്നെ റിനിമോൾ ഓടി വന്ന് എൻ്റെ കയ്യിലുള്ള കവർ വാങ്ങി നേരെ അടുക്കളയിലേക്ക് പോയേ. റിത്തൂസിന് എന്തായാലും കുട്ടാപ്പൂ മുടിയൊക്കെ വെട്ടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. റിനിമോള് നല്ല സുന്ദരിയാക്കിയിട്ടുണ്ട് കേട്ടോ പൊന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.